ഹലോ. അപ്പോൾ നമ്മളിന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ പറയത്തക്ക ഒരുപാട് വലിയ കണ്ടൻറ്റുകളൊന്നുമില്ല. നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ കമോൺ പോവാണ് ഗൈസ്. ഭയങ്കര സന്തോഷമായിട്ടാണ് പോകുന്നത്. ഒത്തിരി നാളിന് ശേഷം പോകുന്ന പോലൊരു ഫീല്. ഒത്തിരി നാളിന് ശേഷമാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. എൻ്റെ പൊന്നോ, ഭയങ്കര ട്രാഫിക്കായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ആ ഓട്ടോ ചേട്ടൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് 7:15 എനിക്ക് ബസ്. 7:11 എന്തോ ആയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തിയത്. ഓട്ടോ ചേട്ടൻ്റെ കഴിവ് മാത്രം. എതിലേക്ക് കൂടെയോ കൊണ്ടുവന്നാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ അതേ ബസ്സും ഇല്ല, ഒന്നുമില്ല. ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. ബസ് വന്നത് 8:30. 8:25 ആയപ്പോഴും ഇങ്ങനെ നോക്കി. 8:30 ആയപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സമാധാനം. ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പം ഉള്ളിലൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഉറങ്ങും. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ബസ് ഇടയ്ക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകാൻ വേണ്ടി നിർത്തിയിരുന്നു. പക്ഷെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും പിറ്റേ ദിവസമായി. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു സമയം 9:45 എന്നാണ് എൻ്റെ ഒരു ഊഹം അനുസരിച്ച്. പുറത്ത് നോക്കിയാലേ ഏതാ സ്ഥലം എവിടെ ആയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഈ ബസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 10 മണിക്കല്ല 11 മണിക്ക് നമ്മൾ സ്റ്റോപ്പിലെത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ എറണാകുളം പോലും ആയിട്ടില്ല എന്നതാണ് സത്യം. 9:45 ആയപ്പോഴും, കാരണം ബസ് ഡിലേ ആയിരുന്നല്ലോ. 7:15 എന്ന് പറഞ്ഞ ബസ് വന്നത് 8:30. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഫുൾ ട്രാഫിക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ഈ മുഖത്ത് കാണുന്ന ഭാവങ്ങൾ അത് കേരളത്തിലായി. വീട്ടിലോട്ട് പോവുക, നമ്മുടെ നാട് എന്നൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് നിർത്തി റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരു 11 മണിയായിരുന്നു എന്ന് തോന്നുന്നു. എവിടെ ആലുവയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. സത്യം പറഞ്ഞ സ്ഥലം ഞാൻ മറന്നുപോയി. എങ്ങും എത്തിയിട്ടില്ല. ഇനി എപ്പം വീട്ടിലെത്തും എന്ന ആലോചനയിലുള്ള ഇരിപ്പാണ് അത്. 1:30 ആയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഒരു 1:45 ആയപ്പോൾ ബസ് കിട്ടി. ഓർഡിനറി ആയിരുന്നു. അതിന് കയറി അടുത്ത സ്റ്റാൻഡിൽ വന്നിറങ്ങിയപ്പോഴേക്കും ഒരു 2 എന്തോ സംതിങ് ആയി. അവിടെ നിന്നും ബസ്സില്ലായിരുന്നു. ഒരു വിധത്തിൽ കുറേ നേരം നോക്കി നിന്നൊരു ബസ് കിട്ടി. സീറ്റില്ലായിരുന്നുള്ളത് സത്യം. അവിടെ വന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പം ദേ കിടക്കുന്നു. ഒരൊറ്റ ഓട്ടോ കൂടി ഇല്ല വീട്ടിലോട്ട് പോകാൻ. അവിടെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടി. ഇനി കുറച്ച് നേരത്തിനൊക്കെ നമ്മൾ വീട്ടിലെത്തും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, സീ യു.